السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ്റെ ചില വിശേഷണങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മൾക്ക്. അവർ ഇങ്ങനെയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൽ അവരുടെ ചില പ്രാർത്ഥനകളും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമതായി പഠിപ്പിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന സൂറത്തുൽ ഫുർഖാന്റെ 65-ാമത്തെയും 66-ാമത്തെയും ആയത്തുകളിലായിട്ട് വന്നിട്ടുണ്ട്. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നത്. വല്ലദീന യഖൂലൂന, പ്രാർത്ഥിക്കുന്നവരാണ് അവർ. എന്ത് പ്രാർത്ഥിക്കുന്നവരാണ്? റബ്ബന സ്വറിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. റബ്ബന എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ റബ്ബേ. എന്നിട്ട് ആവശ്യം ഇതാണ്, ഇസ്രിഫ്. സൊറഫ എന്നതിൻ്റെ കൽപ്പനയാണ് ഇസ്രിഫ്. സറഫ എന്ന് പറഞ്ഞാൽ നീക്കി അല്ലെങ്കിൽ മാറ്റി എന്നൊക്കെയാണ് അർത്ഥം. മാറ്റിത്തന്നു അല്ലെങ്കിൽ നീക്കിത്തന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇസ്രിഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നീ നീക്കിത്തരണമേ എന്ന കൽപ്പനയാണത്. ഇസ്രിഫ്, നീ നീക്കിത്തരണമേ അല്ലെങ്കിൽ നീ മാറ്റിത്തരണമേ, നീ തിരിച്ചു കളയണമേ എന്നൊക്കെ പറയാം. നീ തിരിച്ചു കളയണമേ എന്നൊക്കെ സർഫ് ചെയ്യാന്നറിയും. ഇസ്രിഫ്, നീ നീക്കിത്തരണമേ അല്ലെങ്കിൽ നീ തിരിച്ചു കളയണമേ അല്ലെങ്കിൽ നീ മാറ്റിത്തരണമേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇസ്രിഫ് എന്നത് റബ്ബന എന്നതിനോട് ചേർത്ത് പറയുമ്പം അതിൻ്റെ ആദ്യത്തെ അക്ഷരം അഥവാ ഇ എന്നത് ഉച്ചരിക്കേണ്ടതില്ല കേട്ടോ. അത് വസലിൻ്റെ ഹംസയാണ്. റബ്ബന സ്വരിഫ് എന്ന് പറഞ്ഞാൽ മതി. റബ്ബന ഇസ്രിഫ് എന്ന് പറയേണ്ട, റബ്ബന സ്വരിഫ്. ആരിൽ നിന്നാ തിരിച്ച് നീക്കി തരേണ്ടത്? അന്ന, അന്ന, ഞങ്ങളിൽ നിന്നും. റബ്ബന സ്വരിഫ് അന്ന, ഞങ്ങളിൽ നിന്നും നീ നീക്കി തരണമേ. എന്തിനെയാ നീക്കി തരേണ്ടത്? അദാബ, ശിക്ഷയെയാണ്. അദാബിനെയാണ്. എന്തിൻ്റെ ശിക്ഷയെ? ജഹന്നമ, ജഹന്നമിൻ്റെ ശിക്ഷയെ. ജഹന്നം എന്നത് നരകത്തിൻ്റെ പേരുകളിൽ ഒന്നാണ്. നരകത്തിന് ഓരോ പേരുകളും വരാൻ ഓരോ കാരണമുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഖുർആൻ നരകത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് ജഹന്നം എന്ന് പറയുന്നത്. ജഹന്നമിൻ്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ, ജഹന്നമിൻ്റെ അദാബിനെ ഞങ്ങളിൽ നിന്ന് നീ നീക്കിത്തരണമേ. റബ്ബന സ്വരിഫ് അന്ന, ഞങ്ങളിൽ നിന്ന് നീ നീക്കിത്തരണമേ. അദാബ ജഹന്നമ, ജഹന്നമിൻ്റെ ശിക്ഷയെ. അത് പറയാൻ കാരണം എന്താ പടച്ചവനോട്? അതും കൂടെ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഇന്ന അദാബഹ കാന ഗറാമ. ഇന്ന തീർച്ചയായും, അദാബ ഹ, അദാബ് ശിക്ഷ. അദാബു ഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ശിക്ഷ? നരകത്തിൻ്റെ ശിക്ഷ. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത് അദാബു ജഹന്നം എന്നാണ്, ജഹന്നമിൻ്റെ ശിക്ഷ എന്നാണ്. ഇവിടെ ജഹന്നമിൻ്റെ ശിക്ഷ എന്ന് പറയുന്നില്ല. ജഹന്നമ് നേരത്തെ പറഞ്ഞതുകൊണ്ട് പിന്നെ അദാബഹാന്നേ പറയുന്നുള്ളൂ, അതിൻ്റെ ശിക്ഷ. തീർച്ചയായും അതിൻ്റെ ശിക്ഷ. ഇന്ന അദാബഹ എന്താകുന്നു? കാന ഗറാമ, ഗറാമാകുന്നു. എന്താ ഗറാം എന്ന് പറഞ്ഞാൽ? ഗറാം എന്ന് പറഞ്ഞാൽ വിട്ടുപോകാത്തത് എന്നാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരാളുമായിട്ട് വല്ലാതെ അങ്ങ് മാനസികമായ അടുപ്പത്തിലായിപ്പോയി എന്ന് വിചാരിക്കുക, അങ്ങേയറ്റത്തെ അടുപ്പം. അങ്ങനെ വന്നാൽ ചിലപ്പം അത് പിന്നെ ആ അടുപ്പം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് ശരിയാകൂല. അത് പിന്നെ ഒഴിവാക്കേണ്ടതാണ് എന്ന് ചിന്തിച്ചാലും ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയില്ല. അതായിട്ട് വിട്ടുപോയില്ല. നമ്മൾ വിടാൻ ശ്രമിച്ചാലും പിന്നെയും നമ്മളിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് വിട്ടുപോയില്ല. ഇതിനാണ് ഗറാം എന്ന് പറയുക. അതിൻ്റെ ശിക്ഷ എങ്ങനെയാ? ഏതിൻ്റെ ശിക്ഷ? ജഹന്നമിൻ്റെ ശിക്ഷ. വിട്ടിട്ട് പോവില്ല. നമ്മൾ ആഗ്രഹിച്ചാലും ഒന്ന് അത് നമ്മളിൽ നിന്ന് ആ ശിക്ഷയായിട്ട് മാറിപ്പോകാൻ നമ്മൾ കൊതിച്ചാലും ആ ശിക്ഷ പോവില്ല. ഇനി അതിനു വേണ്ടി മെനക്കെട്ടാലും, ഇനി അതിൽ നിന്നിട്ട് പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിച്ചാലും, മാറി നിൽക്കാൻ നോക്കിയാലും കഴിയില്ല. അത് രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല. ഈ കുറേ കഴിയുമ്പോൾ, രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു ആശ്വാസത്തിൻ്റെ ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് മാറി നിൽക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതായിട്ട് വിട്ടുപോവില്ല.
ഗറാമാണത്. അതുകൊണ്ട് റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നമ, ഞങ്ങളുടെ റബ്ബെ ജഹന്നമിന്റെ ആദാബിനെ, നരകത്തിന്റെ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ നീക്കി തരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് അതിന്. അതാണ് അടുത്ത ആയത്ത് പറയുന്നത്. അതെന്താ? ഇന്നഹ, ഇന്ന അദാബഹ എന്നല്ല കേട്ടോ, ഇന്നഹ തീർച്ചയായും അത് എന്ന് പറഞ്ഞാൽ നരകം. നരകം എന്ന് പറയുന്നത് ശിക്ഷയല്ല, നരകത്തിന്റെ ശിക്ഷയല്ല. നരകം എന്ന് പറയുന്നത് സാഅത്ത്. സാഅത്ത് എന്ന് പറഞ്ഞാൽ ചീത്തയായി എന്നർത്ഥം. അത് ചീത്തയായി, അത് അത് മോശമായി, സെയ്യായി. എന്തിന് സെയ്യായി? മുസ്തഖറൻ വ മുഖാമൻ. മുസ്തഖറായിട്ടും അത് ചീത്തയാണ്, മുഖാമായിട്ടും അത് ചീത്തയാണ്. എന്താ മുസ്തഖറും മുഖാമും? മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഇസ്തിഖറാറിന്റെ സ്ഥലം എന്നാ. അതെന്താ ഇസ്തിഖറാറിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ ചിലപ്പോൾ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും ഒന്ന് തങ്ങൂലേ, അതിനാണ് ഇസ്തിഖറാർ എന്ന് പറയാം. താൽക്കാലികമായി തങ്ങുന്ന ഇടം എന്നാ. ഒരു വിശ്രമിക്കാനൊക്കെ വേണ്ടി തങ്ങൂലേ ചിലപ്പം, അതിനാണ് മുസ്തഖർ എന്ന് പറയാം. ആ ഇടത്തിനാണ് മുസ്തഖർ എന്ന് പറയാം. അങ്ങനെ താൽക്കാലികമായി തങ്ങാനുള്ള ഇടമായിട്ടത് വളരെ ചീത്തയാണ്. അതിന് കൊള്ളൂലത്, അതിന് പറ്റൂലത്, വളരെ ചീത്തയാണ്. ഏത്? ഇന്നഹ, തീർച്ചയായും ആ നരകം എന്ന് പറയുന്നത്. തൽക്കാലം ഒന്ന് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആളുകൾ, നരകത്തിൽ കുറെ കാലം കഴിഞ്ഞിട്ട് അവരുടെ ശിക്ഷ അവസാനിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്നവരുണ്ടാവും. അതിന് പറ്റും, അത് താൽക്കാലികമായി തങ്ങാൻ അതിന് പറ്റൂല, അതിന് വളരെ ചീത്തയാണ്. എന്നാൽ മുക്കാമിന് പറ്റുമോ? മുക്കാമിനും പറ്റൂല. അപ്പൊ മുക്കാം എന്തായിരിക്കും? മുക്കാം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി തങ്ങാനുള്ള ഇടം എന്ന അർത്ഥം. സ്ഥിരമായി തങ്ങാനുള്ള ഇടം. അക്കാമ എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമാക്കിയത്. അകം തുഫി, ഞാൻ അവിടെ സ്ഥിരതാമസമാക്കി. ഒരു നാട്ടിലെ സ്ഥിരതാമസക്കാരന് പറയാം അവിടുത്തെ മുക്കയും എന്ന് പറയാം. അവൻ അവിടുത്തെ മുക്കയുമാണെന്ന് പറയും. അപ്പോൾ പിന്നെ അവിടേക്ക് കുറേ ആളുകൾ ഇങ്ങനെ വന്ന് അവിടെ കൂടി ഒരു സമ്മേളനമൊക്കെ നടത്തിയപ്പോൾ അവിടെ നിസ്കാരം ജമ്മാക്കി. അപ്പോൾ ഈ അവിടുത്തെ മുക്കീമുകൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യില്ല, ചിലപ്പോൾ ജമ്മാക്കും, ചിലപ്പോൾ കസറാക്കൂല. ചിലപ്പോൾ ജമ്മാക്കാനുള്ള അവസരം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കസറാക്കാൻ പറ്റില്ല. അവർ പൂർത്തിയാക്കും ചിലപ്പോൾ. അപ്പോൾ മുക്കീമിന് കസറാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ മുക്കീം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ഥിരതാമസക്കാരൻ. അക്കാമ എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമാക്കിയതാ. മുക്കാം എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസത്തിനുള്ള സ്ഥലം എന്നാ. സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയാൻ പറ്റിയ ഇടമാണോ നരകം? അതുമല്ല. സാഅത്ത്, അത് വളരെ മോശമാണ്. എന്തിന്? മുക്കാമിന് സ്ഥിരമായി തങ്ങാനും അതേപോലെ തന്നെ താൽക്കാലികമായി തങ്ങാനും, ഒരു വിശ്രമത്തിന്റെ ഇടമായിട്ട് തങ്ങാനും പറ്റാത്തതാണ്, ചീത്തയാണ്. ഇന്നഹസാദ്. അതുകൊണ്ടാണ് പടച്ചവനോട് അതിനെ നമ്മളിൽ നിന്ന് നീക്കിത്തരണമേ എന്ന് ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ വളരെ നല്ല ഒരു ദുആയാണ് ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന. പ്രാർത്ഥിക്കുമെന്ന് ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കുമെന്ന്, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ പ്രാർത്ഥന. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറ വ മുഖാമ. പടച്ചവൻ ശിക്ഷയിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.